ഹായ് ഫ്രണ്ട്സ്, ഇത് തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് പുഡിംഗ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ബ്രെഡും പാലും ചോക്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിംഗ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓരോന്നും ഒരു 4 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഓരോന്നും 4 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇതിലേക്ക് ഒരു 4 പീസ് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടറും അതുപോലെ ഈ ചോക്ലേറ്റും പഞ്ചസാരയും എല്ലാം നല്ല രീതിയിലൊന്ന് മെൽറ്റായിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏതിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡ് പീസ് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ മൊത്തം നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പാലിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ മൊത്തം നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ചോക്ലേറ്റ് മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് മിക്സാണ് കേട്ടോ ഇത്. പാലും ചോക്ലേറ്റൊക്കെ കൊക്കോ പൗഡറൊക്കെ പഞ്ചസാരയൊക്കെ ഉള്ള അപ്പോൾ നല്ല ടേസ്റ്റ് ആവും ഇത്. ഫസ്റ്റ് ലെയർ മൊത്തം നമ്മൾ ആ ഒരു ചോക്ലേറ്റൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസുകൾ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ 2 ലെയർ നമ്മൾ ബ്രെഡ് പീസ് ചോക്ലേറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മിക്സിയിൽ നമുക്കൊരു 3-4 സെക്കൻഡ് അടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് പുഡിങ്ങിനുള്ള രീതിയിലുള്ള ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് ശരിയായി കിട്ടും. നമുക്ക് കേക്ക് ചെയ്യണ പോലത്തോളം അത്രത്തോളം സ്റ്റിഫ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി കഴിഞ്ഞു. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി. അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച ശേഷം നമുക്കതിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് നേരത്തെ നമ്മുടെ ഉള്ള ആ പാലും കൊക്കോ പൗഡറൊക്കെയുള്ള മിക്സ് ഇല്ലേ, ആ ഒരു ഇത് നമുക്കിതിലേക്ക് ഒന്ന് സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെഡിയായി. ഇതൊരു 2 മണിക്കൂർ നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെഡിയായി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.